ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്താണ് വിശേഷമൊക്കെ? അപ്പോൾ ഇത് ഇന്നലെ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഞങ്ങൾക്ക് പള്ളിക്കുന്ന ചോറ് കിട്ടും. ഉച്ചക്കിലേക്ക് നെയ്ച്ചോറ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ബാക്കി 2 ദിവസം നെയ്ച്ചോറും ബീഫ് കറിയായിട്ടാണ് കിട്ടുക. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടൊരു കറി എന്തായാലും ഉണ്ടാക്കിയെടുക്കണമല്ലോ. അപ്പോൾ നല്ല നാടൻ രീതിയിൽ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് പള്ളിക്ക് നിന്നൊക്കെ കിട്ടുന്ന ഒരു ബീഫ് കറി ഉണ്ടല്ലോ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സബോള 4 തക്കാളി എടുത്തിട്ടുണ്ട്. 4 മുഴുവനായിട്ട് എടുക്കണില്ല, 3 എടുക്കണുള്ളൂ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ അത് മാറ്റി വെക്കുക, നമുക്ക് അരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിന് 4 ഏലക്ക, 5 ഏലക്ക ഉണ്ടല്ലേ, 5 ഏലക്ക, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, പിന്നെ കുറച്ച് പെരിഞ്ചീരകം. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. കരിഞ്ഞ് പോവരുത് കേട്ടോ. അതൊന്ന് ചൂടാക്കിയെടുക്കുന്നത് നമ്മളെ കറിക്ക് നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്, അതുപോലെ നമ്മുടെ ഈ മസാലകളും ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേന് നമ്മൾ സബോളയും തക്കാളി എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗരം മസാല അതിൽ കൂടെ ഇട്ടിട്ട് ചതച്ചെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. ഇനി അതിലേക്ക് വേണ്ട മസാലകൾ എടുക്കണം. 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നത്. നമ്മൾ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 4 ടീസ്പൂണ് മല്ലിപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ് എടുക്കുന്നത്. നല്ല എരിവുള്ളതല്ല കേട്ടോ. അപ്പോൾ അത് കാരണമാണ് 1.5 എടുത്തേക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി എടുത്താൽ മതി. പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി. ഇനി വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി സബോള ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുത്താലാണ് നമുക്ക് ആ ഒരു പള്ളിക്കലത്തെ കറിയുടെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അത് ചെറുതായിട്ടൊരു മസാലക്കുത്തൊക്കെ ആയിട്ട് പള്ളിക്കലത്തെ കറി കഴിച്ചവർക്ക് അറിയാം അതിൻ്റെ ഒരു ടേസ്റ്റ്. ഇപ്പം ഞങ്ങളിവിടെയൊക്കെ ഹോട്ടലിലൊക്കെ അങ്ങനെ കറി മേടിക്കാനും കിട്ടുന്നുണ്ട് കേട്ടോ. പള്ളിക്കറി നെയ്ച്ചോറ് എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ കിട്ടാനുണ്ട്. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ആ ഒരു നാടൻ കറി കിട്ടണമെങ്കിൽ നമ്മൾ അടുപ്പിലൊക്കെ വെക്കണം, മൺചട്ടിയിലൊക്കെ ആക്കി വെക്കണം. എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. നമുക്ക് ഡ്രീമി വരും, നമ്മൾ 5 ഉണ്ടല്ലോ, അപ്പോൾ അവൾ വരും. അവൾക്ക് പള്ളിക്കലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, മസ്താലിയാപ്പാടെ പള്ളിക്കലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വരവൂർ പള്ളിക്കലേക്കാണ് കേട്ടോ പോണത്. അപ്പോൾ അവൾ തൃശ്ശൂരിൽ നിന്നാണ് വരിക. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ വേഗം കറി വെക്കണമല്ലോ. അപ്പോൾ അതാ സബോളൊക്കെ പകുതി വാടി വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നു പോയതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആ കുക്കറിൻ്റെ മൂടി ഒന്ന് വെറുതെ അടച്ച് വെക്കുക കേട്ടോ. നമ്മൾ നന്നായിട്ട് അടക്കണില്ല, അതൊന്ന് വേഗം വാടി വരാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അടച്ച് കൊടുക്കണമല്ലോ. അങ്ങനെ ആകുമ്പോൾ തന്നെ വേഗം തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരും. അപ്പോൾ തക്കാളി ഇതൊക്കെ ആയി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പും ചെയ്യണേ. അപ്പോൾ തക്കാളി സബോളൊക്കെ ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഇഞ്ചിയും പച്ചമുളകൊക്കെ നമ്മൾ ചതച്ച് വെച്ചതുണ്ടല്ലോ, ഗരം മസാല ഒക്കെ ആയിട്ടുള്ളത്, അപ്പോൾ അത് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കണ ഒരു സമയത്തുണ്ടല്ലോ, അപ്പോഴാണ് നമുക്ക് ശരിക്കും ആ ഒരു ബീഫ് കറി ഉണ്ടാക്കണതിൻ്റെ മണം വീട് മുഴുവനും വരക്കുക. അപ്പോൾ പിന്നെ എന്തായാലും 4 വീട് അറിയും നമ്മളെ വീട്ടിൽ ബീഫ് കറി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. അത്രക്കും മണമാണ് കേട്ടോ. നമ്മൾ ആ ഗരം മസാല ഒക്കെ ഒന്ന് ചൂടാക്കിയിട്ടാണല്ലോ പൊടിച്ചെടുത്തേക്കണത്. അതും ഫ്രഷ് ആയിട്ടാണല്ലോ, നമ്മൾ മുന്നേ പൊടിച്ച് വെച്ച ഗരം മസാല ഒന്നല്ലല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു മണം, ഒരു ഗുണമൊക്കെ നന്നായിട്ടുണ്ടാവും കറിക്ക്. അപ്പോൾ ആ ഒരു പച്ചമണം മാറണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വേറെ വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ച് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ ആദ്യം ഒഴിച്ച ആ ഒരു വെളിച്ചെണ്ണ തന്നെയാണ്, അതിൽ തന്നെയാണ് നമ്മളെല്ലാം വാട്ടിയെടുക്കുന്നത്. ഇനി ഇതാ മസാലകൾ ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ഒന്ന് സിമ്മിലാക്കി വെച്ചാൽ മതി, അല്ലെങ്കിൽ മസാലപ്പൊടികളൊക്കെ കരിഞ്ഞ് പോവും. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു സമയത്ത് തീ എന്തായാലും കുറച്ച് വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ സ്ഥലത്തേക്കും ആ കയ്യിലെത്തണ പോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ എന്ത് കറി ഉണ്ടാക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. മസാലകൾ ഇട്ട് കൊടുത്താൽ ഇളക്കണ സമയത്ത് എന്തായാലും ഒന്ന് ഫ്ലെയിം കുറച്ച് വെക്കണം. ഇനി ഇതിലേക്കൊരു സാധനം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു കറിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും കൂടി വരുള്ളൂ. കുറച്ച് ഉലുവ, കുറേ ഇട്ട് കൊടുക്കരുത്. നമ്മൾ പറയില്ല ഒരു നുള്ള ഉലുവ എന്നൊക്കെ പറയില്ല. അപ്പോൾ ആ ഉലുവയും കൂടിയും കഴുകിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതാ കറിയുടെ ഒക്കെ ഒരു വിധം ആയി വന്നിട്ടുണ്ട് കേട്ടോ. മസാലകളൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ മസാലകളൊന്നായിട്ടും കൂട്ടണില്ല. നമ്മൾ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, അപ്പോൾ അത്ര തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ. പിന്നെ ഒരു കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ കുരുമുളകൊന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. ഇനി ഇതാ ബീഫ് കഴുകി വരച്ചതാണ്, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ബീഫിൽ കുറച്ച് നെയ്യ് ഉണ്ട് കേട്ടോ. ഞാൻ നെയ്യ് എടുത്ത് കളഞ്ഞിട്ടില്ല. നെയ്യ് നിങ്ങൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കളഞ്ഞോളൂ. ബീഫ് കറിയൊക്കെ ആകുമ്പോൾ നെയ്യും കൂടി ആകുമ്പോഴാണ് കുറച്ച് ആ ഒരു ബീഫ് കറി കഴിച്ചതിൻ്റെ ഒരു നമുക്കങ്ങനെ കഴിച്ചു എന്നുള്ളത് തോന്നുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ബീഫിലത്തെ നെയ്യ് അങ്ങനെ കളഞ്ഞിട്ടില്ല. കുറച്ച് നെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ നോക്കണവരാണെങ്കിൽ ആ നെയ്യൊക്കെ കളഞ്ഞോളൂ കേട്ടോ. ബീഫ് കറിയൊക്കെ കൂട്ടുമ്പോൾ അതിൻ്റെ നെയ്യ് കുറച്ചൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് ആ കറിയൊന്ന്
നമ്മൾ വിചാരിച്ച ഒരു രുചിയിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് കാരണമാണ് ഞാൻ കളയാഞ്ഞത്. അപ്പോൾ ഞാൻ അത് വീണ്ടും പറയണു, നിങ്ങൾ ഹെൽത്തൊക്കെ നോക്കണവരാണെങ്കിൽ എന്തായാലും അത് കളഞ്ഞോളൂ കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ മിക്സഡ് ജാറ് കഴുകിയിട്ടുള്ള ആ വെള്ളം തന്നെയാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. വേറെ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ചെയ്യും. അപ്പോൾ നമ്മൾ മുന്നേ ഉപ്പിട്ട കാരണം ഉപ്പൊക്കെ കറക്റ്റാവും. ഇനിയിപ്പോൾ നമുക്ക് വെന്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു 5-5.5 വിസിൽ അത്രേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതങ്ങനെ വെച്ചിട്ട് പിന്നെ എൻ്റെ പണിക്ക് പോവായിരുന്നു കേട്ടോ. നമുക്ക് പള്ളിക്കലേക്ക് പോകണമല്ലോ. അപ്പോൾ നിങ്ങൾ വരവൂർ പള്ളീനെ കുറിച്ചിട്ട് കേട്ടവരാണോ? ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റിൽ പറയണേ. അപ്പോൾ ഈ വരവൂർ പള്ളി എന്ന് പറയും തൃശ്ശൂർ ജില്ലയിലാണ്, വടക്കാഞ്ചേരിക്ക് അടുത്താണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ അടുത്താണ് കേട്ടോ. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുള്ളൊരു പള്ളിയാണ്. അപ്പോൾ 3 ദിവസമാണ് അവിടെ അന്നദാനമാണ് പ്രാധാന്യം. അപ്പോൾ 2 ദിവസം രാത്രിയാണ് നെയ്ച്ചോറും ബീഫും കൂടിയിട്ട് വീട്ടിലേക്ക് തരും. 3-ാമത്തെ ദിവസം ഉച്ചയ്ക്ക് ചോറാണ്, നെയ്ച്ചോറാണ് കിട്ടുക. അപ്പോൾ അതിലേക്കുള്ള കറിയാണ് ഞാൻ ഈ ഉണ്ടാക്കണത്. 5.5 വിസിലൊക്കെ വന്നതിൻ്റെ ശേഷം അത് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ പോയത്. ഞാനും ഉമ്മയും മോനും പിന്നെ 5 ചേട്ടനും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. മക്കളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ചേട്ടൻ്റെ കാറിലാണ് പോയത്. പിന്നെ പോയി വന്നതിൻ്റെ ശേഷമാണ് ഞാൻ കറിയൊക്കെ തുറന്ന് നോക്കണത്. അപ്പോഴത്തേനും ചൂടാറി ഇതാ നമുക്ക് നല്ല കുറുകിയൊരു കറിയായി വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മൾ ആ ഒരു പള്ളിയിൽ നിന്ന് കിട്ടുന്ന ഒരു കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമുക്കിതാ പള്ളിയിൽ നിന്ന് കിട്ടിയ ചോറ് ഇതാണ്. നെയ്ച്ചോറാണ് കിട്ടിയേക്കണത്. പായസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ നേരത്തെ പോയാലേ കിട്ടുള്ളൂ. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ 12:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കുറേ ചോറ് കിട്ടിയാലും കുറച്ച് ചോറ് കിട്ടിയാലും എല്ലാവർക്കും തികയും. ഭയങ്കര ഒരു അവിടുത്തെ ഏറ്റവും പ്രധാനം ഈ ഒരു ചോറാണ് കേട്ടോ. നീർച്ചച്ചോറാണ്. അതുപോലെ എല്ലാ ദിവസങ്ങളും ചോറുണ്ടാവും. റമദാൻ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും അവിടെ ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാവും. അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കാതെ ഒരാളും തിരിച്ചു പോരില്ല. അത്രക്കും ഭക്ഷണങ്ങളാണ്. ഇനിയിപ്പോൾ ഒന്നില്ലെങ്കിൽ അവർ പുറത്തുനിന്നെങ്കിലും മേടിച്ചിട്ട് നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചിട്ടാണ് വിടുക. അപ്പോൾ നിങ്ങൾക്ക് ആ പള്ളി അറിയുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് പറയണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ എന്തൊരു ആഗ്രഹമുണ്ട്, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട്, അതൊക്കെ അവിടെ പോയി കരഞ്ഞ് പറഞ്ഞാലും അവിടെ പോയിട്ട് ദുആ ചെയ്താലും നമുക്കത് നടക്കും. എനിക്കത് കുറേ അനുഭവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നീർച്ചച്ചോറും പിന്നെ അതാ ബീഫ് കറിയും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒന്ന് കമൻറ്റിൽ ഒന്ന് പറയണേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം.